നമ്മൾ ആൻഡ്വേർപ്പിലൂടെയുള്ള യാത്ര തുടരുകയാണ്. ഇന്ന് നമ്മൾ പോകുന്നത് ബെൽജിയത്തിൻ്റെ ഹിസ്റ്ററിയുടെ കൾച്ചറിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ബെൽജിയൻ ചോക്ലേറ്റ് മ്യൂസിയത്തിലേക്കാണ്. അപ്പോൾ ലെറ്റ്സ് ഗോ. 17-ാം നൂറ്റാണ്ടിലാണ് ബെൽജിയൻ ചോക്ലേറ്റുകളുടെ ഉത്ഭവം. ആദ്യ കാലഘട്ടങ്ങളിൽ റോയൽ ഫാമിലിക്ക് വേണ്ടിയായിരുന്നു ബെൽജിയൻ ചോക്ലേറ്റുകൾ നിർമ്മിച്ചിരുന്നത്. പിന്നീട് അത് മാർക്കറ്റിലെ തന്നെ ഒരു തരംഗമായി. ഇനിതാ ദ ചോക്ലേറ്റ് ക്യാപിറ്റൽ ഓഫ് വേൾഡ് എന്നറിയപ്പെടുന്ന സിറ്റികളിൽ ഒന്നാണ് ബെൽജിയം. അതുപോലെ മാർക്കറ്റിലെ മറ്റു ബ്രാൻഡുകളെ വെച്ച് നോക്കുമ്പോൾ കൊക്കോ കണ്ടന്റ് കൂടുതലുണ്ട് എന്നതാണ് ബെൽജിയൻ ചോക്ലേറ്റിൻ്റെ പ്രത്യേകത. ഹൈ ക്വാളിറ്റി ചോക്ലേറ്റുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി എങ്ങനെയാണ് ഇത്ര മാസീവായി കൊക്കോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ള ഒരു വീഡിയോ പ്രസന്റേഷനാണിത്. ട്രോപ്പിക്കൽ റീജിയനുകളിലാണ് ഏറ്റവും അധികം കൊക്കോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കൊക്കോക പറിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി സൺലൈറ്റിൻ്റെ കീഴിൽ ഉണക്കുന്നതിന് പകരം ഒരു വാഴയിലയിൽ 5 ദിവസം മൂടിയിട്ട് ഫെർമെൻറ്റേഷന് ശേഷമാണ് ഇവർ സൺലൈറ്റിൽ ഉണക്കുന്നത് എന്നതാണ് ഒരു പ്രത്യേകത. ആൻഡ്വേർപ്പ് ഒരു പോർട്ട് സിറ്റി ആയതുകൊണ്ട് തന്നെ ഷിപ്പ് ഇമ്പോർട്ടിംഗ് ആണ് ഏറ്റവും കൂടുതൽ. ബെൽജിയൻ ചോക്ലേറ്റുകളുടെ ഒരു പ്രത്യേകത ഇപ്പോഴും അവർ ട്രഡീഷണൽ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കൊക്കോ ബീൻസ് വറക്കുന്നത് മുതൽ അതൊരു ലിക്വിഡ് ചോക്ലേറ്റ് ആവുന്ന വരെയുള്ള ഒരു പ്രോസസ്സ് കാണാൻ പറ്റും. മുൻപ് പറഞ്ഞതുപോലെ ആൻഡ്വേർപ്പ് ഒരു പോർട്ട് സിറ്റിയാണ്. അതുകൊണ്ട് തന്നെ പണ്ടുകാലം മുതലേ കൊക്കോ ബീൻസിന്റെ ഇമ്പോർട്ടിംഗ് ഒക്കെ നടക്കുന്നത് ഷിപ്പിലൂടെയാണ്. അതിന്റെ ഒരു ഇല്ലുസ്ട്രേഷനും ഇവരിവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടേതായ രീതിയിൽ ചോക്ലേറ്റ് കുക്കീസ് അതുപോലെ ചോക്ലേറ്റ് ഷേപ്സ് ഒക്കെ ഉണ്ടാക്കി എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങളൊരു ചോക്ലേറ്റ് ലവർ ആണെങ്കിൽ അതുപോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ഇവരിവിടെ ചോക്ലേറ്റ് മസാജ് ട്രീറ്റ്മെൻറ്റും ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ അതൊരു പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് ഈ ചോക്ലേറ്റ് മ്യൂസിയത്തിൻ്റെ കിച്ചണോട് ചേർന്നുള്ള ഒരു ഭാഗമാണ്. അവിടെയാണെങ്കിൽ ഒരു സ്റ്റാഫ് ചോക്ലേറ്റ് ഷേപ്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്.
ഇവിടെ ബെൽജിയത്തിൽ അതുപോലെ ഫ്രാൻസിലൊക്കെ ചോക്ലേറ്റ് എന്ന് പറയുന്നത് ഒരു വെൽ നോൺ പ്രൊഫഷനാണ്. ഇവർ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത ഏതാനും ചോക്ലേറ്റ് ഷേപ്സ് ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ താറാവുണ്ട്, ഷൂസ് ഉണ്ട്, കോഴിക്കുഞ്ഞുണ്ട്, അതുപോലെ ബാർ ചോക്ലേറ്റിൽ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ എനിക്കൊരു പ്ലാസ്റ്റിക് മയോ തോന്നിയത്, പക്ഷേ ഇതൊക്കെ ഒറിജിനൽ ചോക്ലേറ്റ് ആണ് കേട്ടോ. 17-ാം നൂറ്റാണ്ട് മുതൽ വിവിധ കാലഘട്ടങ്ങളിലായി ഉണ്ടാക്കി ഫേമസ് ആയിട്ടുള്ള ഏതാനും ചോക്ലേറ്റ് മോഡലുകൾ ഇവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ എല്ലാ ചോക്ലേറ്റ് മോഡലുകളും നന്നായിരുന്നുവെങ്കിൽ ഈ ഒരു ചോക്ലേറ്റ് കാസിൽ എനിക്കൊരു അത്ഭുതമായിരുന്നു. ഇതെങ്ങനെയാ പോസിബിൾ ആവുക? പക്ഷെ ഇവരിത് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. 34 സ്റ്റുഡൻസ് കൂടി 80 മണിക്കൂർ എടുത്ത് ഉണ്ടാക്കിയ ഒരു ചോക്ലേറ്റ് കാസിലാണിത്. നന്നായിട്ടുണ്ടല്ലേ? കാഴ്ചകളൊക്കെ കണ്ടിറങ്ങുമ്പോൾ ഇവിടെ വരുന്ന ഓരോരുത്തർക്കും ബെൽജിയൻ ചോക്ലേറ്റ് മ്യൂസിയം നൽകുന്ന ഒരു ചോക്ലേറ്റ് ട്രീറ്റ് തന്നെയാണ്. അതിൽ ഏറ്റവും മധുരമുള്ള ബെൽജിയൻ മിൽക്ക് ചോക്ലേറ്റ് മുതൽ 70% കൊക്കോ കണ്ടന്റ് ഉള്ള ഡാർക്ക് ചോക്ലേറ്റ് വരെയുണ്ട്. ഓൾമോസ്റ്റ് 15 ടൈപ്സ് ഓഫ് ഫ്ലേവേഴ്സ്. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ആവോളം ഫ്രീ ആയിട്ട് കഴിക്കാൻ പറ്റും. ഞങ്ങൾ ഇതിനകത്ത് എല്ലാ ഫ്ലേവേഴ്സും ഞങ്ങളുടെ തലയിൽ മധുരം പിടിക്കുന്നോണം വരെ കഴിച്ചു. വളരെ നന്നായിട്ടുണ്ടായിരുന്നു ഇത്. എനിക്കാണെങ്കിൽ ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മിൽക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ. അതുപോലെ ഡാർക്ക് ചോക്ലേറ്റും വളരെ നന്നായിട്ടുണ്ടായിരുന്നു, നല്ല ക്വാളിറ്റിയും ഉണ്ടായിരുന്നു. ചോക്ലേറ്റ് ടേസ്റ്റിംഗ് ഏരിയയുടെ മറ്റൊരു സൈഡിലായി 3 ഫ്ലേവേഴ്സിലുള്ള ചോക്ലേറ്റ് ഫൗണ്ടെയിൻസ് ഉണ്ടായിരുന്നു. ഡാർക്ക് ചോക്ലേറ്റ്, സ്ട്രോബെറി, പിന്നെ മോക്ക ഫ്ലേവർ. എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഒരു ബെൽജിയൻ ചോക്ലേറ്റ് ബുട്ടിക്കുണ്ട്. അവിടുന്ന് നമുക്ക് ചോക്ലേറ്റ്സും മറ്റും പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഓരോ യാത്രകളും പുതിയ കാഴ്ചകൾക്കൊപ്പം പുതിയ അനുഭവങ്ങളുമാണ്. അപ്പോൾ ഞങ്ങൾ യാത്ര തുടരുകയാണ്.